പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിമഹത്തമായ നാമം ഈ പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ സർവശക്തനായ ദൈവം ജീവിതത്തിൽ ഒരുക്കി തന്ന മഹാഭാഗ്യത്തെ ഓർത്ത് നമ്മുടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവവചനത്തെ നമുക്ക് ധ്യാനിക്കാം. തന്നെ 2 ദിനവൃത്താന്തം അതിന്റെ 15-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ നിങ്ങൾ ധൈര്യമായിരിപ്പീൻ, നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത്, നിങ്ങളുടെ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ടാകും. ഈ വാക്യത്തിൽ 3 കാര്യങ്ങളാണ് ഓർപ്പിക്കുന്നത്. 1, ധൈര്യമായിരിക്കണം. 2, തളർന്നു പോകരുത്. 3, ഒരു പ്രത്യാശ, പ്രതിഫലമുണ്ടാകും എന്നുള്ള പ്രത്യാശ. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ അനവധി പ്രയാസങ്ങൾ വന്നേക്കാം. എന്നാൽ ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യം ഉളവാകുന്നതാകയാൽ ആ വചനം ജഡമായി തീർന്ന് ആ യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുമ്പോൾ ആ വചനത്തെ നമുക്ക് വിശ്വസിക്കാം. ധൈര്യമായിരിക്കാൻ പറഞ്ഞത് സാധാരണക്കാരിൽ ഒരുവനല്ല. ധൈര്യം പകരുവാനും പറയുന്നതിനനുസരിച്ച് നമ്മളിൽ പ്രവർത്തിക്കുവാനും പ്രാപ്തനായ ഒരു സർവശക്തനായ ദൈവം. അതുകൊണ്ട് നമ്മുടെ കൈകൾ തളർന്നു പോകരുത്. ധൈര്യത്തോടെ തന്നെ ദൈവനാമത്തിനു വേണ്ടി, ദൈവരാജ്യത്തിന്റെ വരവിനു വേണ്ടി ആവോളം പ്രവർത്തിക്കുന്നവരായി, തളരാത്തവരായി, ധൈര്യമുള്ളവരായി മുന്നോട്ട് പോയാൽ നിശ്ചയമായും നമ്മുടെ പ്രവൃത്തിക്ക് ഒരു പ്രതിഫലമുണ്ടാകും. വാക്ക് പറഞ്ഞാൽ മാറാത്തവനായ ശ്രേഷ്ഠനായ ആ നല്ല ദൈവീയ കരങ്ങളിൽ ഈ പ്രഭാതത്തിലും ഏൽപ്പിച്ച് നമുക്ക് ധൈര്യത്തോടെ ആയിരിക്കാം. തളർന്നു പോകാതെ നടത്തുന്നൊരു ദൈവം, ധൈര്യം പകർന്നു തരുന്ന ഒരാശ്വാസദായകൻ, പ്രതിഫലം തരാമെന്ന് പറഞ്ഞ വിശ്വസ്തനായ ദൈവം. ദൈവത്തിൽ ആശ്രയിക്കട്ടെ. ദൈവിക കൃപയാൽ എല്ലാവരെയും നിറയ്ക്കട്ടെ. ശബ്ദം ശ്രവിക്കുന്ന ഏവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.